ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പ്രവാസികളെ ഇതിലെ എന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു ക്രിസ്മസ് ആഘോഷം കൂടി കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ യൂറോപ്പിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളെക്കാൾ അധികമായി ധാരാളമായി ക്രിസ്മസ് കാർഡുകൾ കൈമാറാറുണ്ട്. ഈ ക്രിസ്മസ് കാർഡുകളിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ വസ്തുത, ഈ ക്രിസ്മസ് കാർഡുകളിൽ നിന്നെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പകരമായി ഈ ക്രിസ്മസ് കാർഡുകളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്മസ് ഗിഫ്റ്റുകളുടെയും മദ്യക്കുപ്പികളുടെയും സ്പോർട്സ് താരങ്ങളുടെയും പോപ്പ് ഗായകരുടെയുമൊക്കെ ചിത്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെട്ടിരുന്ന ഈ യൂറോപ്പ് ദേശത്ത് നിന്നാണ് ഇന്ന് അവരുടെ ക്രിസ്മസ് ആഘോഷവേളകളിൽ നിന്ന് ക്രിസ്തു അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികളോട് എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും പറയുന്നത് സാന്താക്ലോസ് ഗിഫ്റ്റുമായിട്ട് വരുന്ന ദിവസമാണ് എന്നാണ്. കർത്താവായ യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിവസമാണ് അത് എന്ന് ഒരു കുട്ടികളും പറയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്മസ് വേളകളിൽ എല്ലാ മനുഷ്യരും ദേവാലയത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് വേദനയോടെ കാണുവാൻ സാധിക്കുന്ന ഒരു വസ്തുത, ഈ ദേവാലയത്തിലെല്ലാം ഇന്ന് ആളുകൾ വളരെ കുറവാണ്. പകരം ക്രിസ്മസ് അവസരങ്ങളിൽ എല്ലാ ജനങ്ങളും പോകുന്നത് പബ്ബുകളിലേക്കും നൈറ്റ് ക്ലബ്ബുകളിലേക്കുമൊക്കെയാണ്. ഒരു കാലത്ത് ദൈവം തൻ്റെ സ്വന്തം ജനമായി മാറ്റി നിർത്തിയ ഈ ജനം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ജനം, അനേകം വിശുദ്ധർക്ക് ജന്മം നൽകിയ ഈ നാട്ടിൽ ഇന്ന് കർത്താവായ യേശുവിനെ വിസ്മരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് അനേകം മക്കൾ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജനത്തെ നോക്കി ദൈവം വേദനയോടെ പറയുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനം, ജീവജലത്തിൻ്റെ ഉറവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രവാസികളായി ഈ ദേശത്ത് ജീവിക്കുന്ന നമ്മളുടെ വിശ്വാസത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മളും ജീവജലത്തിൻ്റെ ഉറവിയായ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തു നിന്നും സമ്പന്നതയുടെ ഈ ദേശത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം നമ്മെക്കാൾ കഴിവും സാമർഥ്യവുമുള്ള ധാരാളം പേർ നാട്ടിലുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ദൈവം തൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ഈ ദേശത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത്. ദൈവം നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു, നമുക്ക് വർക്ക് പെർമിറ്റ് തന്നു, നമുക്ക് ജോലി തന്നു, നമുക്ക് ജീവിത പങ്കാളിയെ തന്നു, നമുക്ക് മക്കളെ തന്നു, നമുക്ക് PR തന്നു, നമുക്ക് സിറ്റിസൺഷിപ്പ് തന്നു. ദൈവം ഈ രാജ്യത്തെ പാസ്പോർട്ടും നമുക്ക് തന്നു. ഇപ്പോൾ നമുക്ക് സമയമില്ല, നമ്മൾ ഓടുകയാണ്. ഒരു ജോലിയുടെ പുറത്ത് മറ്റൊരു ജോലി ചെയ്തുകൊണ്ട് നമ്മൾ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ജീവിക്കുവാൻ ദൈവം നമുക്ക് സമ്പത്തും സാഹചര്യങ്ങളും ഭവനവുമൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പുറത്ത് നാട്ടിൽ നാം വാങ്ങിച്ചു കൂട്ടിയ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആരും താമസിക്കുവാനില്ലാതെ നാം കോടികൾ മുടക്കി പണിതീർത്ത ഭവനത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ലോൺ അടച്ചു തീർക്കുവാൻ വേണ്ടി നാം ദൈവത്തെ ഉപേക്ഷിച്ച് ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം
6-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ ദൈവം നമുക്ക് ശക്തമായി താക്കീത് നൽകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത ഈ നാട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് നീ പണിയാത്ത അതിവിശാലമായ നഗരങ്ങളും നീ നിറയ്ക്കാത്ത വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ ഭവനങ്ങളും നിനക്ക് ലഭിക്കുകയും നീ ഭക്ഷിച്ച് തൃപ്തനാവുകയും ചെയ്യുമ്പോൾ നിന്നെ ഈ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും നമ്മളുടെ കുടുംബത്തിൻ്റെയും നമ്മളുടെ മക്കളുടെയും ഒക്കെ ഭാവി ശോഭനമാക്കി തീർക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് ത്യാഗമെടുക്കുന്നവരും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരുമാണ്. എന്നാൽ നമ്മുടെ ഈ ത്യാഗങ്ങളും നമ്മളുടെ ഈ സഹനങ്ങളുമെല്ലാം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതെയാണ് നാം ചെയ്യുന്നതെങ്കിൽ സംശയം വേണ്ട, നമ്മളും പൊട്ടക്കിണറുകൾ തന്നെയാണ് കുഴിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയ നമ്മളുടെ മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അവർക്ക് നല്ല സ്കൂളുകൾ എവിടെയാണുള്ളതെന്ന് നമുക്കറിയാം. നല്ല ട്യൂഷൻ സെൻ്ററുകൾ എവിടെയാണെന്നറിയാം. നല്ല ഗ്രാമർ സ്കൂളുകൾ എവിടെയാണെന്നറിയാം. നല്ല കോളേജുകൾ, നല്ല യൂണിവേഴ്സിറ്റികൾ എവിടെയാണെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നവരും അതിനുവേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരുമാണ്. എന്നാൽ ഈ മക്കൾക്ക് കർത്താവായ യേശുവിനെ കൊടുക്കുവാൻ നമ്മൾ എത്രമാത്രം ത്യാഗങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഒരിക്കൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം മാർപ്പാപ്പായായതിനു ശേഷം തൻ്റെ ജന്മനാടായ പോളണ്ട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കല്ലറയുടെ അടുത്ത് പ്രാർത്ഥിക്കുവാനായി ചെന്നു. പത്രക്കാരെല്ലാം അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ പിതാവിൻ്റെ കല്ലറയുടെ അടുത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. പിന്നീട് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, പിതാവേ, അങ്ങെന്തുകൊണ്ടാണ് അങ്ങയുടെ പിതാവിൻ്റെ കല്ലറയുടെ മുൻപിലെത്തിയപ്പോൾ കരഞ്ഞത്? അങ്ങയുടെ പിതാവ് മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് കരഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അതിന് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ മറുപടി ഓരോ മാതാപിതാക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ശിശുവായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നീട് എന്നെ വളർത്തിയത് എൻ്റെ അപ്പനാണ്. എൻ്റെ ബാല്യകാലത്ത് ഞാൻ രാത്രിയിൽ കിടക്കയിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, രാത്രിയുടെ യാമങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരപ്പനെയാണ് രാത്രിയുടെ യാമങ്ങളിൽ എനിക്ക് കാണുവാൻ കഴിയുമായിരുന്നത്. ഞാൻ പിന്നീട് വളർന്നു, സെമിനാരിയിൽ പഠിച്ചു, വൈദികനായി, പിന്നീട് ഞാൻ ബിഷപ്പായി, കാർഡിനലായി, പിന്നീട് ഞാൻ പോപ്പായി. പല യൂണിവേഴ്സിറ്റികളിലൂടെയും പല സെമിനാരികളിലൂടെയും ഞാൻ കടന്നുപോയി. ധാരാളം ദൈവശാസ്ത്രം ഞാൻ പഠിച്ചു. ഈ ഒരു സെമിനാരിയിൽ നിന്നും എനിക്ക് ലഭിക്കുവാൻ കഴിയാതിരുന്ന വലിയ ദൈവാനുഭവമാണ് എൻ്റെ അപ്പനിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഭവനത്തിലേക്കൊന്ന് നോക്കാം. നമ്മുടെ മക്കൾക്ക് നമ്മെക്കുറിച്ച് ഇങ്ങനെയാണോ പറയുവാൻ സാധിക്കുക? മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവം വചനത്തിലൂടെ താക്കീത് നൽകിയിട്ടും സ്വന്തം മക്കളുടെ മുൻപിലിരുന്ന് മദ്യപിച്ചുകൊണ്ട് അവരുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണോ നമുക്കുള്ളത്? അല്ലെങ്കിൽ എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് ദൈവം വചനത്തിലൂടെ താക്കീത് നൽകിയിട്ടും സഭയുടെ മേലധ്യക്ഷന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഒക്കെ കുറ്റം പറയുന്ന ഒരു കുടുംബാന്തരീക്ഷമാണോ നമുക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സംശയിക്കേണ്ട, നമ്മളും ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പൊട്ടക്കിണറുകൾ കുഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ശോഭനമായ ഭാവി ഉണ്ടാക്കുവാൻ
നാം അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്ത് ഒരുപാട് സ്റ്റാറുകൾ മേടിച്ചു കൂട്ടി നല്ല ജോലി കൊടുക്കാൻ നമ്മൾ നെട്ടോട്ടമോടുമ്പോൾ നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാൻ നാം മറന്നുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളുടെ മക്കളുടെ ആത്മാവ് നശിച്ചു പോകുന്നതിന് ഓരോ മാതാപിതാക്കളും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, പ്രവാസികളായി ജീവിക്കുന്ന ഓരോ മാതാപിതാക്കളും ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു വസ്തുതയാണ് ചുറ്റുപാടുമുള്ള കൾച്ചറുകൾ. നമ്മൾ കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കൾച്ചറുകളെയൊക്കെ നമ്മൾ ഭയപ്പെടുന്നവരാണ്. അവർ കാണുന്ന ടി വിയിലെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അവർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിലൂടെയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുമോ എന്ന് നാം ധാരാളമായി ഭയപ്പെടുന്നവരാണ്. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വലിയ വസ്തുത, ഓരോ കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഈ കൾച്ചറോ ടി വിയോ ഒന്നുമല്ല. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അവൻ്റെ മാതാപിതാക്കളുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം തിന്മ നിറഞ്ഞതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സംശയം വേണ്ട, ആ തിന്മ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്കും പടർന്നു പിടിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കൊടുക്കുവാൻ ഓരോ മാതാപിതാക്കളും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസവും അവരുടെ ഭാവി ശോഭനമാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നാം ചെയ്യേണ്ടത് തന്നെയാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിൻ്റെ എല്ലാം മുകളിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയും അതിനുവേണ്ടി നാം സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓർത്തിരിക്കേണ്ട ഒരു വലിയ വസ്തുത, നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം പാപം പതിയിരിപ്പുണ്ട്. വചനം പറയുകയാണ്, സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം തിന്മകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ വചനം പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനും വചനം പഠിക്കുവാനും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ അവരുടെ ഹൃദയം സകലവിധ തിന്മകൾക്കും വേരുപിടിക്കാൻ വളക്കൂറുള്ള ഒരു മണ്ണായി മാറും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധന രേഖയായ ഗ്രാവിസം എഡ്യൂക്കേഷൻസിൽ സഭ ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്: ഓരോ കുടുംബാന്തരീക്ഷവും ദൈവഭക്തി കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും നിറഞ്ഞിരിക്കണം എന്ന് സഭ ഓരോ മാതാപിതാക്കളെയും പഠിപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം: നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിൻ്റെ നിയമത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിന്റെ മക്കളെ പഠിപ്പിക്കണമെന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് നാം ചിന്തിക്കണം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ബൈബിൾ വായിക്കുവാനും ബൈബിൾ പഠിക്കുവാനും ഒരു ദിവസം എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? 112-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ്റെ തലമുറ അനുഗ്രഹീതമാകുമെന്ന്. അതുകൊണ്ട് നമ്മളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂളിലെ സബ്ജക്റ്റുകൾ ദിവസവും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ബൈബിൾ വായിക്കുവാൻ ഒരു പ്രത്യേക സമയം നമുക്ക് മാറ്റിവെക്കാം. ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ 2015 പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഒരു പുതിയ ജീവിതക്രമം രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. നമ്മളുടെ മക്കളുടെ ഭാവി ശോഭനമാക്കി തീർക്കുന്നത് അവർ എത്രയധികമായി ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ അളവ് വെച്ചാണ് എന്നുള്ള ഒരു വലിയ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾ ഒരിക്കലും തിന്മയിൽ വീണുപോവുകയില്ല. വിശുദ്ധിയിൽ ജീവിക്കുവാൻ
അവർക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ ഇരുളടഞ്ഞതായിരുന്നെങ്കിൽ, നമുക്ക് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാം. അവൻ കടന്നു വരുമ്പോൾ പ്രകാശമായി അവൻ നമ്മുടെ ജീവിതത്തെ നയിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവായ യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വചനം പറയുന്നുണ്ട്. വചനം പറയുന്നത് ഇപ്രകാരമാണ്: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതങ്ങൾ അന്ധകാരം നിറഞ്ഞതായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് ഈ 2015 പ്രകാശം നിറഞ്ഞതാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവിധ സമൃദ്ധി കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷത്തിൽ ദൈവം ധാരാളമായി കൃപകൾ നമ്മുടെ കുടുംബജീവിതത്തിലേക്കും നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്കും എല്ലാം ദൈവം ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ കോടാനുകോടി കാവൽ മാലാഖമാരുടെ സംരക്ഷണം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും അവർ പോകുന്ന സ്കൂളുകളുമെല്ലാം പൊതിയപ്പെടുവാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ യാത്രകളെല്ലാം ദൈവം തൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കുവാൻ, ദൈവം ജോബിൻ്റെ ഭവനത്തിന് ചുറ്റും വേലികെട്ടി സംരക്ഷണം തീർത്തതുപോലെ നമ്മുടെ ഭവനത്തിന് ചുറ്റും ദൈവം വേലികെട്ടി സംരക്ഷണം തീർക്കുവാൻ, സ്വർഗത്തിൻ്റെ സംരക്ഷണം കൊണ്ട് നമ്മളെല്ലാവരും പൊതിയപ്പെടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പുതുവർഷത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ മാത്രം മതി, നീ മാത്രം